സർവശക്തൻ താതനുമായിടുമേകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദശാദശങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താഴിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ താതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിക്കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കതു മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ
മനോഹരമായ ഒരു ഏട് ഇന്ന് നമ്മൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മനസ്സിലാക്കുവാൻ ഒത്തിരി ബുദ്ധിമുട്ട് പിടിച്ച ഒരു സുവിശേഷമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകാരൻ സുവിശേഷ രചന അവസാനിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു വാചകം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, വെറുതെ തിരുവചനം വായിക്കരുത്. തിരുവചനം വായിക്കണമെങ്കിൽ ഒരു കണ്ണട വേണം. ആ കണ്ണട യോഹന്നാൻ്റെ സുവിശേഷം 21-25 അവസാന വാചകം. അതെങ്ങനെയാണ്? യേശു ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതിയ ലോകത്തിലെ പുസ്തകങ്ങൾ മതിയാകാതെ വരും എന്ന് പറഞ്ഞാൽ യോഹന്നാൻ പറഞ്ഞത് യേശുവിൻ്റെ 33 വർഷത്തെ ജീവിതം 21 അധ്യായത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മുഴുവൻ അർത്ഥ സമ്പുഷ്ടമാണ്. ദൈവശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ദൈവനിവേശിതമാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ബൈബിളിലെ കുത്തിനും കോമായ്ക്കും പോലും അർത്ഥമുണ്ട്. ഈ കണ്ണട വെച്ച് ഇന്നത്തെ വചനഭാഗം നമുക്ക് വിചിന്തന വിഷയമാകാം. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വചനം 14:9 അവിടെ യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിർവചനമാണിത്. വീണ്ടും നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമുക്ക് വലിയ ഒരു കടമയുണ്ട്. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണണം. എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകണം. ഒരു ക്രൈസ്തവൻ്റെ, ഒരു ഹൈന്ദവൻ്റെ, ഒരു മുസ്ലിം സഹോദരൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണമതാകണം. ക്രൈസ്തവനായ ഒരു വ്യക്തി ചിന്തിക്കണം, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയോ? നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതാവണം. ഇന്ന് ക്രിസ്തു ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവ് നമ്മളാകണം. ഉയർപ്പിന് ശേഷമുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ഉത്ഥിതനായ ഈശോ എന്ന് കാണേണ്ടത് എൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വക്താവായിട്ട് ഞാൻ മാറുകയാണ്. എന്നെ കാണുന്നവൻ ദൈവത്തെ കാണും. അതിന് ഞാൻ ദൈവത്തിൻ്റെ മനസ്സ് ഏറ്റുവാങ്ങണം. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് എൻ്റെ മനസ്സാകണം. ദൈവത്തിൻ്റെ മനസ്സ് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സാണ്. ഒരു ഭാരത പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ് നിഷ്കാമ കർമ്മയാണ്. എന്ന് വെച്ചാൽ ഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് മറ്റുള്ളവർക്ക് ഇമ്പകരമാണെങ്കിലും നല്ലതാണെങ്കിലും ഫലത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കരുത്. ഇന്ന് നമുക്കൊക്കെ കുറഞ്ഞു പോകുന്നത് അതാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു പേര്, പെരുമ, പ്രശസ്തി, പത്രത്താളുകളിൽ ഫോട്ടോ. ഇതൊക്കെ ഇന്നത്തെ ലോകത്തിൻ്റെ മുഖമുദ്രയായി. ആർഭാടങ്ങൾ നമുക്കൊഴിച്ചുകൂടാൻ പറ്റാത്ത ആധുനിക മനുഷ്യൻ്റെ മുഖമുദ്രയായി. ദൈവത്തിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിസ്തുവിന് കൊടുത്ത നിർവചനം അതാണ്. അപ്പസ്തോല പ്രവർത്തനം 10:38 വിശുദ്ധ ലൂക്കാസ് സുവിശേഷകാരൻ ക്രിസ്തുവിനെ എങ്ങനെ നിർവചിച്ചു? അവൻ നന്മ ചെയ്ത് കടന്നുപോയി. ഇന്ന് ലോകത്തിലെ നമ്മൾ ഒത്തിരി പേരെ നമ്മുടെ ഹൃദയത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ കാരണം അവർ ഈ ഒരു മുഖമുദ്ര ജീവിതത്തിൽ ഏറ്റുവാങ്ങിയതാണ്. എന്തുകൊണ്ട് നമ്മൾ ഗാന്ധിജി ഇത്രമാത്രം സ്നേഹിക്കുന്നു? അദ്ദേഹം ഒന്നും ആഗ്രഹിക്കാതെ ഭാരതത്തിൻ്റെ ഇവിടെയുള്ള എല്ലാവരുടെയും ഉന്നമനത്തിനു വേണ്ടി ആഗ്രഹിച്ചു.
കാലത്തിൻ്റെ യവനേക്കുള്ളിൽ മറഞ്ഞു. മദർ തെരേസയും അങ്ങനെയല്ലേ? പാപങ്ങളെ നെഞ്ചിലേറ്റിയവൾ. ഈ ലോകത്തിലുള്ള ഒറ്റപ്പെട്ടവരെ ഒക്കെ സ്വീകരിക്കാൻ പറ്റി. ഒന്നും ആഗ്രഹിച്ചില്ല. ഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുക. ഇത് ദൈവത്തിൻ്റെ ഭാവമാണ്. ഇത് നമുക്കുണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലാകട്ടെ, കുടുംബ ജീവിതങ്ങളിലാകട്ടെ, സമൂഹ ജീവിതത്തിൽ ഇതെൻ്റെ മനസ്സിൻ്റെ മുഖമുദ്രയാകണം. യാതൊരു ഫലവും ആഗ്രഹിക്കാതെ നന്മ ചെയ്യുക. രണ്ടാമതായിട്ട്, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കിത്തീരണം. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി. ക്രിസ്തു അതായിരുന്നല്ലോ, ഗാന്ധിജി അതായിരുന്നല്ലോ, മദർ തെരേസ അതായിരുന്നല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നവരെ നമ്മൾ കണ്ടെത്തണം. കണ്ണുനീരുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റണം. ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആർദ്രത, ഒരു അനുകമ്പ തോന്നിയാൽ അതൊരു ദൈവത്തിൻ്റെ മനസ്സ് ഏറ്റുവാങ്ങിയവൻ്റെ ഭാവമാണ്. അവരെ കരുതാൻ കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം നമ്മളിലെ കാണുകയാണ്. മദർ തെരേസ പറഞ്ഞ ഒരു ചിന്ത ഇവിടെ സ്മർത്തവ്യമാണ്. മദർ തെരേസ പറഞ്ഞു, ഓരോ വേദനിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ഞാൻ ആ വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നു. ഇതുപോലെയുള്ളവരെ, അറപ്പുളവാകുന്ന വ്യക്തികളെ മാറോട് ചേർത്ത് വെച്ച് ആശ്ലേഷിക്കാൻ അവൾക്ക് ഉൾക്കരുത്ത് കൊടുത്തത് ഈ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടതാണ്. അതുപോലെ പരാർത്ഥതയുണ്ടാകണം. മറ്റുള്ളവനോട് ചിന്ത, എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവനോടുള്ള ചിന്ത ഉണ്ടാകണം. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ മനസ്സ് പറയുന്നത് പ്രവർത്തിക്കുന്നവൻ്റെ മനസ്സാണ്. പ്രവൃത്തിയും പ്രസംഗവും തമ്മിലുള്ള അകലം കൂടുന്ന കാലഘട്ടമാണ്. ദൈവം എപ്പോഴും നമ്മുടെ മനസ്സ് കാണുന്നയാൾ പ്രവൃത്തികളേക്കാൾ കൂടുതൽ. പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. ഒത്തിരി പറയാതെ ഒത്തിരി പ്രവർത്തിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ശൈലി, അത് ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണും. നമുക്കൊക്കെ ഒത്തിരി സാധ്യതകളൊക്കെയുണ്ട്, ഒത്തിരി വഴികളൊക്കെയുണ്ട്. നമ്മളുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾ, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരെ നമ്മൾ ക്രിസ്തുവിനെ കാണണം. ക്രൈസ്തവരെ വിശ്വാസപക്ഷത്തിലൂടെ കടന്നു പോകുന്ന അവസരമാണ്. വിശ്വാസപക്ഷത്തിൽ ഇങ്ങനെയൊരു വെല്ലുവിളി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കട്ടെ. ഇത്ര നാൾ ഞാനൊരു ക്രൈസ്തവനായി ജീവിച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്നിലെ ക്രിസ്തുവിനെ കണ്ടോ? എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിനെ കണ്ടാൽ, ക്രിസ്തുവിലേക്ക് തിരിയാൻ കാരണമായാൽ നമ്മുടെ ജീവിതം സഫലമാണ്. എന്നിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കാണും. അതുപോലെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മുടെ ശൈലി ദൈവത്തിൻ്റെ ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, പരാർത്ഥതയുടെ ശൈലിയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയൊരു വലിയ ശക്തിക്കായി. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജന്മത്തെയും ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് നന്ദിയോടെ അങ്ങയെ ആരാധിക്കുന്നു. നല്ല ദൈവമേ, ഇന്ന് ദൈവത്തെ മറ്റുള്ളവർ കാണും ഞങ്ങളിലൂടെയാണ്. കുടുംബത്തിലെ മക്കൾ ദൈവത്തെ കാണേണ്ടത് മാതാപിതാക്കളിലൂടെയാണ്. ലോകത്തിൽ ദൈവത്തിൻ്റെ വ്യക്താക്കളായി ഞങ്ങളൊക്കെ മാറണം, രൂപാന്തരപ്പെടണം. അതിനായി ഞങ്ങളെ ഒന്ന് മാറ്റണമേ. നിൻ്റെ മനസ്സ് തരണേ. എല്ലാവരെയും പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യാൻ, മറ്റുള്ളവനോടുള്ള താല്പര്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ,
ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ, രൂപാന്തരപ്പെടാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയേറിയ വലങ്കൈ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവൻ എല്ലാ ജനതകളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശു ഏകരക്ഷകനാണ് എന്ന സത്യത്തെ വിശദീകരിക്കാനാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമയച്ച ദൈവപുത്രനാണ് ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കുള്ള ഏക മാർഗം എന്ന് പറയും. ഒരുപക്ഷെ സഭാചരിത്രത്തിൽ ഏറ്റവും സങ്കീർണമായ വാദപ്രതിവാദങ്ങൾക്ക് നിമിത്തമായിട്ടുള്ള ചോദ്യവും ഇതുതന്നെയാണ്. വിശിഷ്യ എല്ലാവരും ക്രൈസ്തവരായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെ ഒരു രാജ്യത്തിൽ ഈ ചോദ്യം അപ്രസക്തമാണ്. യേശു ഏകരക്ഷകനാണ് എന്ന് പറയുന്നതിനെ എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ ഭാരതം പോലെയുള്ള വിവിധ മതങ്ങളുടെ സംഗമഭൂമിയായ ഒരു നാട്ടിൽ വിവിധ മതങ്ങൾ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും കഴിയുമ്പോൾ യേശു ഏകരക്ഷകനാണ് എന്ന വാദത്തിൽ ഊന്നിപ്പറയുമ്പോൾ പലതരത്തിലുള്ള ഘർഷണങ്ങൾ, സംഘർഷങ്ങൾ സംഭവിക്കും എന്നുള്ളതിന് നമുക്ക് തന്നെ അനുഭവങ്ങളുണ്ട് എന്നത് സത്യമാണ്. വിശിഷ്യ ഭാരതത്തിൽ ക്രൈസ്തവർ കേവലം 2-2.5% മാത്രമായ ന്യൂനപക്ഷമായിരിക്കവേ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ മുമ്പിൽ അവരുടെ മതവിശ്വാസത്തെ നമ്മൾ താഴ്ത്തിക്കെട്ടിയതായിട്ടുള്ള തോന്നല് ഇപ്രകാരമുള്ള അവകാശവാദങ്ങളിലൂടെ സംജാതമാകില്ലേ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഉദാഹരണമായി 997 ഡോമിനൂസ് യേശു കർത്താവാണ് എന്ന വിശ്വാസ സത്യത്തെ വിശ്വാസ തിരുസംഘം ഒരു പ്രമാണരേഖയായി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെതിരെ ഭാരതത്തിലെ പല ഹൈന്ദവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വരികയുണ്ടായി. തൊട്ടടുത്ത വർഷം ഡൽഹിയിൽ സന്ദർശനത്തിന് വന്ന ജോൺ പോൾ II മാർപ്പാപ്പായോട് ഇത് തിരുത്തി പറയണം എന്നുപോലും അവരാവശ്യപ്പെടുകയുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു ഏകരക്ഷകനാണ് എന്നത് സഭയുടെ ക്രൈസ്തവന്റെ അനിഷേധ്യമായ വിശ്വാസ സത്യമാണ്. ഈ വിശ്വാസ സത്യത്തെ ഇതര മതങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്നുള്ളിടത്താണ് നമ്മളുടെ ദൈവശാസ്ത്രം ഉത്തരം കണ്ടെത്തേണ്ടത് എന്ന് നമുക്ക് തിരിച്ചറിയാം. യേശു ലോകത്തിൻ്റെ ഏകരക്ഷകൻ എന്നുള്ള ആ സത്യത്തെ ആർക്കും നിഷേധിക്കാനാവില്ല. കാരണം അത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ തൻ്റെ ഏകജാതനിലൂടെ രക്ഷിക്കാൻ തിരുമനസായതിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, സകല സൃഷ്ടപ്രപഞ്ചത്തെയും സ്വാധീനിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ആത്യന്തികമായി ഈ വിശ്വാസം. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതര മതങ്ങളും ക്രൈസ്തവ മതവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന 3 നിലപാടുകൾ ദൈവശാസ്ത്രത്തിലുണ്ട്. ഒന്നാമത്തെ നിലപാട് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവിസം എന്നാണ് ദൈവശാസ്ത്രത്തിൽ അത് പറയുക. അല്ലെങ്കിൽ ഒരുതരം അനന്യതാവാദം, മറ്റെല്ലാവരും തെറ്റ്, ഞങ്ങൾ മാത്രം ശരി എന്ന നിലപാടാണ്. ഞങ്ങൾ മാത്രമേ ശരി. ഒരു മതം പറയുകയാണ് ഞങ്ങൾ മാത്രം ശരി, ബാക്കി എല്ലാ മതങ്ങളും പറയുന്നത് തെറ്റ്,
അവർ ചെയ്യുന്നത് പാപം, അവരുടെ ആചാരങ്ങൾ അന്ധവിശ്വാസമാണ് എന്ന നിലപാടിനെയാണ് എക്സ്ക്ലൂസീവിസം എന്ന് പറയുക. രണ്ടാമത്തെ നിലപാട് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് തുല്യമായ ശരികളാണ്, ആരുടെയും മതവിശ്വാസത്തിന് പ്രത്യേകതയില്ല, എല്ലാവരുടെയും നിലപാടുകൾ ഒന്ന് തന്നെ, ബഹുതാവാദം അഥവാ പ്ലൂറലിസം എന്നാണ് ഇതറിയപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരാശയം ഇതാണ്: മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, എല്ലാ മതങ്ങളും തുല്യ പ്രസക്തിയും പ്രാധാന്യവും ഉള്ളതാണ് എന്ന നിലപാട് ഒരുതരം പ്ലൂറലിസത്തിന്റെ, ബഹുതാവാദത്തിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഒരു നിലപാടും ഇൻക്ലൂസീവിസം എന്നാണ് പറയുന്നത്. അതായത് മറ്റ് മതങ്ങളെയും കൂടി ഉൾക്കൊള്ളുക, സ്വന്തം മതത്തിന്റെ വിശ്വാസ സംഹിതകളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസ സംഹിതകളുടെ വെളിച്ചത്തിൽ ഇതര മതങ്ങളിലെ നന്മയെ സ്വാംശീകരിക്കാനും ശ്രമിക്കുന്ന നിലപാടാണ് ഈ ഇൻക്ലൂസീവിസം എന്ന് പറയുക. അഥവാ മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു നിലപാട് എന്നാണ് ഇതിന്റെ അർത്ഥം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുൻകാലത്തുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുന്ന 1962 എന്ന് നമുക്കറിയാം. അതിനു മുൻപുള്ള കാലഘട്ടത്തിലെ സഭയുടെ നിലപാട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എക്സ്ക്ലൂസീവിസം ആയിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. അതായത് ശരി എന്നത് ഞങ്ങൾ മാത്രം പറയുന്നതാണ്, മറ്റെല്ലാവരും തെറ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന നിലപാടുണ്ടായി. വത്തിക്കാൻ കൗൺസില് അതിനെ വളരെ അത്ഭുതാവഹമായ രീതിയിൽ തിരുത്തി പറഞ്ഞു. എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ കിരണങ്ങളുണ്ട് എന്ന്, അതുപോലെ ഇതര മതങ്ങളിലെ വെളിപാടുകളും ആ മതങ്ങളിലെ ആചാര്യന്മാരുമെല്ലാം ദൈവപുത്രനിലൂടെയുള്ള വെളിപ്പെടുത്തലിന് വേണ്ടി ആ സമൂഹങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുമുള്ള ഒരു ദിവ്യമായ നിലപാടിലേക്ക് രണ്ടാം വത്തിക്കാൻ കൗൺസില് മാറ്റം വരുത്തി എന്നുള്ളത് സത്യമാണ്. അതായത് ഇപ്രകാരം ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ഭാരതത്തിന്റെ പുരാണങ്ങളെയോ ഈ ഭാരതത്തിന്റെ സാംസ്കാരികതയുടെ ഭാഗമായി തീർന്ന ഇവിടുത്തെ മതാചാര്യന്മാരെ ഒന്നും ആരും എതിർക്കേണ്ടതില്ല. എങ്ങനെയാണ് സഭ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ദൈവപുത്രനിലൂടെയുള്ള വലിയ വെളിപ്പെടുത്തലിന് വേണ്ടി ദൈവം രക്ഷാകരമായി ഈ സമൂഹത്തെ ഒരുക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളായിരുന്നു ഈ നാട്ടിലെ മതാചാര്യന്മാര്, ഇവിടുത്തെ മതഗ്രന്ഥങ്ങള്. യഹൂദ ജനതയെ ദൈവം പ്രവാചകരിലൂടെ ദൈവപുത്രന് വേണ്ടി ഒരുക്കിയതുപോലെ ഈ കാലഘട്ടത്തിന്റെ ഈ ദേശത്തെ മതാചാര്യന്മാരിലൂടെ ദൈവം ഈ ദേശവാസികളെ ദൈവപുത്രന് വേണ്ടി ഒരുക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്ന നിലപാടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായ ഒരു ഊന്നൽ നാം തിരിച്ചറിയേണ്ടത്, ഇതര മതങ്ങളെ, എല്ലാ മതങ്ങളും തുല്യമാണ്. ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹൈന്ദവ മതം എല്ലാം ഒരുപോലെയുള്ള മതങ്ങളാണ്. എല്ലാ നദികളും ഒരുപോലെ ഒഴുകി കടലിൽ ചെന്ന് ചേരുന്നത് പോലെ എന്നുള്ളൊരു നിലപാടല്ല മതസൗഹാർദ്ദത്തെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസത്തിലുള്ളത്. എല്ലാ മതങ്ങളും തുല്യമാണ് എന്നുള്ളത് കൊണ്ട് മനുഷ്യർ സഹോദരര് എന്നുള്ളതല്ല ക്രൈസ്തവന്റെ, കത്തോലിക്കരുടെ മതസൗഹാർദ്ദ കാഴ്ചപ്പാട്. മറിച്ച് കത്തോലിക്കന്റെ മതസൗഹാർദ്ദത്തിന്റെ അടിസ്ഥാന പ്രമാണം ഇതാണ്: എല്ലാ മനുഷ്യരും ഒരേ പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും ഒരേ പിതാവിന്റെ മക്കളായതിനാല് അവർ സഹോദരങ്ങളാണ്, സഹോദരിമാരായി മറ്റുള്ളവരെ കരുതണം എന്നുള്ളത്. അതായത് ദൈവം പിതാവായിട്ട് ഏകനാണ്. ആ ഏക ദൈവത്തിന്റെ മക്കളാണ് ഇന്നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങള്, മുസ്ലിം സഹോദരങ്ങള്, മതങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യര്, നിരീശ്വരവാദികള്, അവരെല്ലാം ദൈവപിതാവിന്റെ മക്കളായതിനാല് അവരെ ആദരവോടെ സ്നേഹത്തോടെ ക്രൈസ്തവൻ സമീപിക്കണം എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുക. അവര് അറിഞ്ഞില്ല എങ്കിലും അവർ അംഗീകരിക്കുന്നില്ല എങ്കിലും നാം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്: ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ
രക്ഷാകര വരപ്രസാദം ദൈവം അവർക്കും സംലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം. അതുകൊണ്ട് ഇതര മതസ്ഥരെ മിശിഹായുടെ തിരുരക്തത്തിന്റെ വില അവിടുന്ന് നൽകിയ വ്യക്തികൾ എന്ന നിലയിൽ ആദരവോടെ സ്നേഹത്തോടെ സമീപിക്കാനും ഇടപെടാനും ഓരോ ക്രൈസ്തവനും ഉത്തരവാദിത്വമുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതര മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ് ആ വ്യക്തികൾ നിത്യരക്ഷ പ്രാപിക്കുന്നത് എന്ന് സഭ കരുതുന്നു എന്നല്ല. മറിച്ച് ഇതര മതത്തിലുള്ളവരെയും വിശ്വാസികളുടെയും രക്ഷകൻ പരോക്ഷമായി ക്രിസ്തു തന്നെയാണ്. ഒരുപക്ഷെ അവരത് അറിയുന്നില്ലായിരിക്കാം, അവരത് അംഗീകരിക്കുന്നില്ലായിരിക്കാം. യേശു ഏകരക്ഷകനാണ് എന്ന സത്യത്തെ സഭ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: കുരിശിലെ ബലിയുടെ വരപ്രസാദം ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ മാധ്യസ്ഥം വഴി സകല ജനപദങ്ങളിലെയും സകല കാലഘട്ടങ്ങളിലെയും സകല മതവിഭാഗങ്ങളിലെയും മനുഷ്യർക്ക് സംലഭ്യമാക്കുന്നതിനാൽ ആ വ്യക്തികൾ രക്ഷ പ്രാപിക്കുന്നു എന്നുള്ളത്. ആ വ്യക്തികൾ രക്ഷ പ്രാപിക്കുന്നു. ഈ ഒരു സത്യത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ യേശു ഏകരക്ഷകൻ എന്ന് പറയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ആരെയും വെറുപ്പിക്കാനോ എതിർക്കാനോ അല്ല, മറിച്ച് ദൈവം തൻ്റെ പുത്രനിലൂടെ ഈ ഭൂമിയിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യത്തെ, രക്ഷാകര യാഥാർത്ഥ്യത്തെ ഏറ്റുപറയുന്ന സത്യമായി അതിനെ മനസ്സിലാക്കും. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിത നാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം വാഴ്ത്തിടാം വാഴ്ത്തിടാം. സ്നേഹകീർത്തന